ഇപ്പോൾ ABVP സംസ്ഥാന സെക്രട്ടറി EU ഈശ്വരപ്രസാദ് ഒപ്പം ചേരുന്നുണ്ട്. ഈശ്വരപ്രസാദ്, ഈ കുട്ടികളുടെ പ്രതിഷേധം കണ്ടല്ലോ. ഒപ്പം വരുന്ന പരീക്ഷ എഴുതിയവർ, എത്രയോ നാളായി ഒരുമിച്ച് പഠിക്കുന്നവർ, കളിക്കൂട്ടുകാർ, അവരുടെ വിയോഗം വളരെ പെട്ടെന്നുണ്ടായതാണ്. ഒരു ലോറി വരുന്നു, പാഞ്ഞു കയറുന്നു, 4 കുട്ടികൾ തൽക്ഷണം മരിക്കുന്നു. വിദ്യാർത്ഥികളുടെ പ്രതിഷേധം കണ്ടിട്ടുണ്ടാകും. ഈ തെറ്റുകൾ ചൂണ്ടിക്കാട്ടുമ്പോൾ തിരുത്താത്തതോ ദുരന്തങ്ങൾ ആവർത്തിക്കാൻ കാരണം? തീർച്ചയായിട്ടും നമുക്ക് അറിയാം, അവിടെ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് അപകടം സ്ഥിരമായി സംഭവിക്കുന്ന ഒരു സ്ഥലമാണ്. അത് കൃത്യമായി പരിഹരിക്കാൻ വേണ്ടിയിട്ട് സർക്കാരോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികൃതരോ തയ്യാറായിട്ടില്ല. ആകെ അവിടെ ആ റോഡ് നന്നാക്കി എന്ന് പറയുന്നത് ഒരു പോലീസ് വണ്ടി അപകടത്തിൽപ്പെട്ട സമയത്താണ്. അതിനുശേഷം ഒന്ന് നന്നാക്കിയത്. അതല്ലാതെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കുകയോ കാര്യങ്ങളോ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഈശ്വരപ്രസാദ് ഈ സ്ഥലത്തുകാരനാണോ? അല്ല, ഞാൻ അവിടെ പാലക്കാട് ജില്ലയിൽ സംഘടനാ പ്രവർത്തനമായിട്ട് കഴിഞ്ഞ ഒരു വർഷക്കാലം അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് അവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച് ധാരണ നമ്മുടെ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ വീട് അതിന് തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ അവരൊക്കെ പറഞ്ഞിട്ടുള്ള അറിവുണ്ട്. അവിടെ അപകടം നടക്കുന്നത് കൃത്യമായിട്ട് ഇടയ്ക്കിടയ്ക്ക് അപകടം ഉണ്ടാകുന്ന സ്ഥലമാണ്. മാത്രമല്ല, ഇന്ന് അവിടുത്തെ ചുമതലപ്പെട്ട ആൾക്കാരെ, ABVP ചുമതലപ്പെട്ട ആൾക്കാരെ വിളിച്ച് സംസാരിക്കുന്ന സമയത്ത് അവർ പറയുകയുണ്ടായിരുന്നു, അവിടെ കുറച്ച് ആളുകൾക്ക് മുമ്പ് ഒരു പോലീസ് വണ്ടി ഇതേപോലെ അപകടത്തിൽ പെട്ടു. അതിനുശേഷം റോഡൊക്കെ ഒന്ന് പെട്ടെന്ന് തട്ടിക്കൂട്ടി. ഇത് കേരളത്തിൽ എല്ലായിടത്തും നടക്കുന്നതാണ്. നമുക്കറിയാം, പല സ്ഥലത്തും ഇപ്പൊ കേരളത്തിൽ അപകടങ്ങൾ കൂടി വരുന്നുണ്ട്. അത് ഈ റോഡ് നന്നാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇതൊന്നും കൃത്യമായിട്ട് പരിഹരിക്കാതെ ട്രാഫിക് പോലീസ് ഉൾപ്പെടെയുള്ള ആൾക്കാരെ അല്ലെങ്കിൽ അധികാരികൾക്ക് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർക്ക് നോവുമ്പോൾ മാത്രം താൽക്കാലികമായൊരു കണ്ണിൽ പൊടിയിടൽ. സാധാരണ ഇന്ന് ഹൈക്കോടതി ചോദിച്ചൊരു ചോദ്യം പ്രസക്തമാണ് ഈ വഞ്ചൂർ വിഷയത്തിൽ. അതിപ്പോൾ പറയണമെന്ന് തോന്നുന്നു. കാരണം ചായക്കട വെച്ചാൽ, ഒരു ചായപ്പീടിക നിരത്തിന് സമീപത്ത് കൊണ്ടുവച്ചാൽ അതിനെ അപ്പോൾ തന്നെ എടുത്തു കളയും. പാർട്ടിയുടെ ഏരിയ സമ്മേളനം നടത്തിയാൽ അതവിടെ നടന്നോട്ടെ എന്ന് നിങ്ങൾ തീരുമാനിക്കും. ഹൈക്കോടതി പറഞ്ഞതാണ്. അതായത് സാധാരണക്കാരന് ഒരു വിലയുമില്ല, അവരുടെ ജീവനും ഒരു വിലയുമില്ല എന്നുള്ളതാണ് ഇതിലെ കാണാൻ വേണ്ടി പറ്റുന്നത്. അല്ലെങ്കിൽ ഇത്രയും അപകടം നടന്ന സ്ഥലത്ത് അതിന് പരിഹാരം ഉണ്ടാവാൻ വേണ്ടിയിട്ട് എന്ത് കാര്യമാണ് അവിടെ? എന്തെങ്കിലും ആലോചനയെങ്കിലും അതിനെക്കുറിച്ചൊരു ആലോചന പോലും നടന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇത്തരത്തിൽ വിദ്യാർത്ഥികൾ മരണപ്പെടുന്ന സമയത്ത്, വിദ്യാർത്ഥികളല്ല മൊത്തം സമൂഹം തന്നെ പല തവണയായിട്ട് അവിടെ അതിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അപ്പൊ ഈ വിദ്യാർത്ഥികൾ മരണപ്പെട്ടത് അവിടുത്തെ നാട്ടുകാരെ അത്രത്തോളം അതിനെ ഇങ്ങനെ വിട്ടാൻ പറ്റില്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇപ്പൊ നിലവിൽ അവിടുത്തെ നാട്ടുകാരും അതേപോലെ അവിടുത്തെ വിദ്യാർത്ഥികളൊക്കെ കൂടി ശക്തമായ പ്രതിഷേധമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഇത് അവിടെ മാത്രമല്ല, കേരളത്തിലെ എല്ലായിടത്തും ഇത്തരത്തിലുള്ള കാര്യങ്ങളെ അറ്റൻഡ് ചെയ്യേണ്ടതും അതിനു വേണ്ടിയിട്ടുള്ള പരിഹാരം കണ്ടെത്തേണ്ടതും ഗവൺമെന്റിന്റെ പൂർണ്ണ ഉത്തരവാദിത്തമാണ്. അത് എത്രയും പെട്ടെന്ന് ചെയ്യണമെന്നുള്ളതാണ് ഈ അവസരത്തിൽ. ഇത് സർക്കാരിന്റെ സ്വന്തം ഊരാലുങ്കലാണ് ഈ റോഡ് നിർമ്മിച്ചതെന്ന് കേൾക്കുന്നു. അതെ, ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവർക്ക് നോവുന്ന ഇപ്പൊ പോലീസ് വണ്ടിക്ക് ഒരു അപകടം വന്ന സമയത്ത് തട്ടിക്കൂട്ട് പരിപാടി ചെയ്തു. ഇനി എന്തെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് അത് പെട്ടെന്ന് ചെയ്തു ആൾക്കാരെ കണ്ണി പൊടിയിടാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തുള്ള കാര്യങ്ങൾ ചെയ്യും. ഇതല്ലാതെ ഒരു പരിഹാരം, സ്ഥിരമായിട്ടുള്ള ഒരു പരിഹാരം, ശാശ്വതമായ ഒരു പരിഹാരം അതിനു വേണ്ടിയിട്ട് സർക്കാരോ അല്ലെങ്കിൽ അധികൃതരോ ആലോചിക്കുന്നില്ല. നമുക്കറിയാം, ആ റൂട്ടിൽ ഇത്രയും അപകടം, ഇപ്പോ കണക്കുകൾ പറയുന്നതനുസരിച്ചിട്ട് നമ്മൾ നമുക്ക് കേൾക്കാൻ ആഗ്രഹിക്കാത്ത രീതിയിലുള്ള കണക്കുകളാണ് അവിടെ നടന്ന അപകടങ്ങളെ കുറിച്ച് വരുന്നത്. എന്നിട്ടും അതിനു വേണ്ടിയുള്ള പരിഹാരം നടത്താൻ വേണ്ടി എന്ത് ആലോചനയാണ്? മിനിമം നമ്മൾ അതിനെ കുറിച്ച് ആലോചിക്കുമല്ലോ, അതുപോലും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ ഇത്രയും വലിയ പ്രതിഷേധമായിട്ട് ഈ സംഭവത്തിന് ശേഷം അവിടുത്തെ നാട്ടുകാരും വിദ്യാർത്ഥികളും എല്ലാവരും അതിനു വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ. അവിടുത്തെ പ്രവർത്തകർ വിളിച്ച സമയത്ത് അവരെല്ലാവരും വളരെ വിഷമത്തിലാണ്. അവര് വളരെയധികം പ്രതിഷേധമായ മനസ്സോടു കൂടിയിട്ടാണ് അവിടെ എല്ലാവരും ഒത്തുകൂടിയിട്ടുള്ളത്. ഇത് ഇനി ഉണ്ടാവാതിരിക്കാനുള്ള ശ്രമം ഉടനെ ഉണ്ടാവണം എന്നുള്ളതാണ് ABVPക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ശരി, നന്ദി. ശ്രീ EU ഈശ്വരപ്രസാദ് ABVPയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് ഒപ്പം ചേർന്നത്.